ഹലോ ഫ്രണ്ട്സ്, കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള മലയാളം, മാത്സ്, ഇംഗ്ലീഷ് ആക്ടിവിറ്റി വർക്ക്ഷീറ്റാണ്. 6 വർക്ക്ഷീറ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. എല്ലാ വർക്ക്ഷീറ്റും നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനമായിരിക്കും. ഒത്തിരി പേരൻസ് മലയാളം എഴുതുവാനും വായിക്കുവാനുമുള്ള വീഡിയോ ചെയ്യാൻ പറഞ്ഞായിരുന്നു. മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും എളുപ്പത്തിൽ എഴുതാനും വായിക്കാനുമുള്ള വീഡിയോസ് ഉടനെ ചെയ്യുന്നതാണ്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി ആ ഇതിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് ചെയ്യുന്നതിലൂടെ ആ അക്ഷരങ്ങളുടെ ഒരു ഇമേജ് അവരുടെ മനസ്സിൽ എളുപ്പത്തിൽ പതിയും. അതിനാൽ ഇങ്ങനെ ചെയ്യിക്കുമ്പോൾ അക്ഷരങ്ങൾ പെട്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയും. മലയാളം വായിക്കുന്നതിന് അത് ഒത്തിരി സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആയുടെ ചുറ്റും ബ്ലൂ ലൈനാണ് വരച്ചിരിക്കുന്നത്. ആയുടെ ചുറ്റും ഓറഞ്ച് ലൈനാണ് വരച്ചിരിക്കുന്നത്. ആയുടെ ചുറ്റും ബ്ലൂ കളറിലുള്ള റൗണ്ടും ആയുടെ ചുറ്റും ഓറഞ്ച് കളറിലുള്ള റൗണ്ടുമാണ് വരച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് സ്കെച്ച് പെൻ നൽകുക. അതിനുശേഷം ആ കണ്ടെത്തി ബ്ലൂ ലൈൻ സർക്കിൾ ചെയ്യാൻ പറയുക. ആ കണ്ടെത്തുമ്പോൾ ഓറഞ്ച് കളറുള്ള സ്കെച്ച് പെൻ ഉപയോഗിച്ച് സർക്കിൾ ചെയ്യാനായിട്ട് പറയുക. ഇവിടെ ആ കണ്ടെത്തി കഴിഞ്ഞാൽ ബ്ലൂ കളർ ഉപയോഗിച്ച് സർക്കിൾ ചെയ്യണം. ആ കണ്ടെത്തി കഴിയുമ്പോൾ ഓറഞ്ച് കളറിലുള്ള സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് റൗണ്ട് ചെയ്യണം. ആയുടെ ചുറ്റും ബ്ലൂ കളർ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അവർ പെട്ടെന്ന് തിരിച്ചറിയും. എവിടെ കണ്ടാലും തിരിച്ചറിയും. ആക്ക് ചുറ്റും ബ്ലൂ കളർ. ഇതുപോലെ എല്ലാ അക്ഷരങ്ങളും ഇടകലർത്തി വേണം എഴുതാനായിട്ട്. ആ ഇതുപോലെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ്. രണ്ടാമത്തെ ആക്ടിവിറ്റി ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈ ആക്ടിവിറ്റി 1ഉം 0യും കൂടെ ചേരുമ്പോൾ എന്താണ്? 10 എവിടെയാണെന്ന് കുട്ടി കണ്ടെത്തണം. കണ്ടെത്തി വരയ്ക്കണം. അപ്പോൾ 1ഉം 0യും കൂടെ ചേരുമ്പോൾ 10, 2ഉം 0യും കൂടെ ചേരുമ്പോൾ 20. 10, 20, 30 ഇവയൊക്കെ കുട്ടികൾ പെട്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ 1 മുതൽ 100 വരെ അല്ലെങ്കിൽ 1 മുതൽ തുടർച്ചയായിട്ട് കുഞ്ഞുങ്ങൾക്ക് എളുപ്പത്തിൽ എണ്ണുവാൻ കഴിയുകയുള്ളൂ. 4ഉം 0യും കൂടെ ചേരുമ്പോൾ 40, 5ഉം 0യും കൂടെ ചേരുമ്പോൾ 50. ഇത് നിങ്ങൾക്ക് 50 വരെ മാത്രമല്ല, ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾക്ക് മാറ്റി അക്കങ്ങൾ മാറ്റി നൽകാം. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 1ഉം 0യും കൂടെ ചേരുമ്പോൾ 10, 2ഉം 0യും കൂടെ ചേരുമ്പോൾ 20. അത് മാച്ച് ചെയ്യുക. അതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഏതാണെന്ന് നോക്കാം. മൂന്നാമത്തെ ആക്ടിവിറ്റി മലയാളമാണ്. ആ മുതൽ ഋ വരെ ഞാനിങ്ങനെ ഇടകലർത്തി എഴുതിയിട്ടുണ്ട്. ഇത് അക്ഷരങ്ങളുടെ ക്രമം കുഞ്ഞുങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ആ കഴിഞ്ഞ് എന്താണെന്ന് കുട്ടിയോട് ചോദിക്കുക. വായിൽ നിന്ന് ആയിലോട്ട് വരയ്ക്കണം. ആ കഴിഞ്ഞ് ഈ എവിടെയാണ്? ഇവിടെയാണ് അല്ലേ? അടുത്തെന്താണ്? ഉ എവിടെയാണ്? ഇതാണ്. എവിടെയാണ്? ഇവിടെയാണ് അല്ലേ? ഊവിൽ നിന്ന് അടുത്തെന്താണ്?
എവിടെയാണ്? ഇപ്പൊ കുട്ടി കണ്ടെത്തും. റിലോട്ട് വരച്ചേ. റ് കഴിഞ്ഞ് എന്താണ്? ആ ഇ ഉ റ് കഴിഞ്ഞ് എ എങ്ങോട്ടാണ്? എവിടെയാണ് എ? എവിടെയാണ് എ? ഇവിടെയാണ്. ഇപ്പൊ റിൽ നിന്ന് എയിലോട്ട്. എ ഐ ഐ ഓ കഴിഞ്ഞെന്താണ്? ഓ ഔ എന്താണ്? ആ. അപ്പൊ എങ്ങനെയാണ് വായിക്കാവോ? ആ ഇ ഉ റ് എ ഐ ഓ ഔ ആ. അപ്പൊ കുഞ്ഞുങ്ങളിത് പഠിക്കുകയും ചെയ്യും, അതോടൊപ്പം തന്നെ ക്രമം ഓർത്തിരിക്കുകയും ചെയ്യും. 4ാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. 4ാമത്തെ ആക്ടിവിറ്റി ഞാനിവിടെ 5 പാറ്റേൺ വരച്ചിട്ടുണ്ട്. അതിന് താഴെ 5 സ്ക്വയറും വരച്ചിട്ടുണ്ട്. ഇവിടെ ഏത് പാറ്റേൺ ആണോ വരച്ചിരിക്കുന്നത് ആ പാറ്റേൺ ഇവിടേക്ക് പകർത്തുക. നമ്മൾ കുഞ്ഞുങ്ങളോട് സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വരയ്ക്കണമെന്നില്ല. ഇതുപോലെ പാറ്റേൺ. ഇത് സ്ലീപ്പിംഗ് ലൈനാണ്, ഇത് സ്ലാൻഡിംഗ് ലൈനാണ്, ഇത് റൗണ്ട് ആണ്, ഇത് റാ പോലെ വരുന്നതാണ്, ഇത് മുകളിലേക്ക് പോയിട്ട് താഴോട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കൊച്ചു കളികളിലൂടെ നമ്മൾ അവർക്ക് നൽകുമ്പോൾ അവർ ചെയ്തുകൊള്ളും. ഇത് സ്ലീപ്പിംഗ് ലൈനാണ്. അപ്പോൾ ഇതുപോലെ എന്താണോ വരച്ചിരിക്കുന്നത് അത് ഇങ്ങോട്ടേക്ക് പകർത്തി വരയ്ക്കാനായിട്ട് കുഞ്ഞിനോട് പറയുക. സ്ലീപ്പിംഗ് ലൈൻ. ഇത് സ്ലാൻഡിംഗ് ലൈൻ. അതുപോലെ റൗണ്ട്. അതുപോലെ പകർത്താൻ പറയാം. ഇത് റാ പോലെ എഴുതിയതാണ്. ഇവിടെ നിന്ന് തുടങ്ങി റാ പോലെ വരയ്ക്കുക. ഇവിടെ മുകളിലേക്ക് പോയിട്ട് താഴോട്ട് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വരുന്നത്. അങ്ങനത്തെ പാറ്റേൺ ആണ് ഇവിടെ വരച്ചത്. അപ്പോൾ എന്താണോ നമ്മൾ മുകളിൽ വരയ്ക്കുന്നത് താഴെ പകർത്താൻ കുട്ടിയോട് പറയുക. ഇത് പാറ്റേൺ ആക്ടിവിറ്റിയാണ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. 5ാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. 5ാമത്തെ ആക്ടിവിറ്റി കളറിന്റെ നെയിം കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് ഞാൻ കുറേ കളർ കൊടുത്തിട്ടുണ്ട്. യെല്ലോ 2 എണ്ണം, പർപ്പിൾ 2 എണ്ണം, റെഡ് 2 എണ്ണം, ഗ്രീൻ 2 എണ്ണം, സയാൻ 2, ബ്ലൂ 2, ഓറഞ്ച് 2, പിങ്ക് 2 എണ്ണം, ബ്രൗൺ 2 എണ്ണം. അതിനുശേഷം കുഞ്ഞുങ്ങളോട് മാച്ച് ചെയ്യാനായിട്ട് പറയുക. ഇതേത് കളറാണ്? യെല്ലോ ആണല്ലേ. യെല്ലോയുടെ മാച്ച് എവിടെയാണ്? യെല്ലോയുടെ മാച്ച് ഇതാണ്. അപ്പോൾ അത് നമുക്ക് കൂട്ടി യോജിപ്പിച്ചാലോ? യെല്ലോ. ഇതേത് കളറാണ്? ഗ്രീൻ ആണല്ലേ. ഗ്രീനിന്റെ മാച്ച് ഏതാണ്? ഇവിടെ. അപ്പോൾ ഗ്രീനും അവർ കൂട്ടുകാരായി. ഇതെന്ത് കളറാണ്? സയാൻ ആണല്ലേ. സയാന്റെ കൂട്ടുകാരൻ എവിടെയാ? സയാന്റെ കൂട്ടുകാരനാണ് ഇത്. അപ്പോൾ അവരെ നമുക്ക് യോജിപ്പിക്കാം. ഇതെന്ത് കളറാണ്? ഓറഞ്ച്. ഓറഞ്ചിന്റെ കൂട്ടുകാരൻ എവിടെയാ? ഓറഞ്ച് കളറിന്റെ മാച്ചാണ് ഇത്. അപ്പോൾ നമുക്ക് അത് തമ്മിൽ മാച്ച് ചെയ്യാം. ഇത് ബ്ലൂ കളറാണ്. ബ്ലൂ കളറിന്റെ മാച്ച് ഏതാണ്? ഇതാണല്ലേ. അപ്പം ബ്ലൂവും. ഇതോ ബ്രൗൺ കളറാണല്ലേ. അപ്പോൾ ബ്രൗണിന്റെ കൂട്ടുകാരനാണ് മുകളിലുള്ളത്. ബ്രൗണും. ഇതോ പിങ്ക്. ഇതേത് കളറാണ്? റെഡ്. റെഡിന്റെ കൂട്ടുകാരൻ എവിടെയാ? ഇതാണ് റെഡിന്റെ കൂട്ടുകാരൻ. കാരണം അവർ രണ്ടുപേരും റെഡ് ആണ്. അപ്പോൾ റെഡും തമ്മിൽ നമുക്ക് യോജിപ്പിക്കാം. ഇതെന്ത് കളറാണ്? പർപ്പിൾ ആണ് അല്ലേ. പർപ്പിളിന്റെ കൂട്ടുകാരൻ എവിടെയാ? പർപ്പിളിന്റെ കൂട്ടുകാരൻ നമുക്ക് കണ്ടെത്താം. പർപ്പിളിന്റെ കൂട്ടുകാരൻ എവിടെയാണ്? പർപ്പിളിന്റെ കൂട്ടുകാരൻ ദാ ഇവിടെയുണ്ട്. അവർ രണ്ടുപേരും പർപ്പിൾ ആണ്.
നമുക്ക് അവരെ തമ്മിൽ മാച്ച് ചെയ്യിപ്പിക്കാം. നമ്മൾ കളർ പറയുന്നതിലൂടെ അവർ കളറിന്റെ നെയിം പഠിച്ചെടുക്കുകയാണ്. ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഈ ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ട്രെയിനിന്റെ ഓരോ കമ്പാർട്ട്മെന്റുകളാണ്. ഓരോ കമ്പാർട്ട്മെന്റിലെ സീറ്റുകളാണ് ഈ കാണുന്നത്. ഇത് 1 എന്ന കമ്പാർട്ട്മെന്റ് ആണ്. 1 എന്ന കമ്പാർട്ട്മെന്റിന്റെ സ്പെല്ലിംഗ് നമുക്ക് ഇവിടെ എഴുതണം. അതിനായിട്ട് പറയുക, ഈ സീറ്റ് 1ന്റെ ആദ്യത്തെ അക്ഷരം എന്താണ്? ഓ അല്ലേ? ഈ സീറ്റ് ഓക്കുള്ളതാണ്. ഓ. ഇവിടെയോ ആദ്യത്തെ 2 അക്ഷരങ്ങൾക്കുള്ള സീറ്റാണ്. അപ്പൊ ഏതൊക്കെയാണ് ആദ്യത്തെ 2 അക്ഷരങ്ങൾ? ഓ, എൻ. ഇവിടെയോ 1ന്റെ 3 അക്ഷരങ്ങൾക്കും സീറ്റുണ്ട്. ഓ, എൻ, ഇ. ഓ, ഓ, എൻ, ഓ, എൻ, ഇ. ഇവിടെ 2 എന്ന കമ്പാർട്ട്മെന്റ് ആണ്. 2 അക്ഷരങ്ങൾക്കാണ് ഈ കമ്പാർട്ട്മെന്റിലെ ഈ സീറ്റുകളിൽ ഇരിക്കാൻ പറ്റുക. ഇപ്പൊ 2 എന്ന കമ്പാർട്ട്മെന്റിൽ ടി, ടി, ഡബ്ല്യു, ടി, ഡബ്ല്യു, ഒ, ടി, ടി, ഡബ്ല്യു, ടി, ഡബ്ല്യു, ഒ. ഇത് 3 എന്ന കമ്പാർട്ട്മെന്റ് ആണ്. 3 എന്ന കമ്പാർട്ട്മെന്റിലെ അംഗങ്ങൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റൂ. ടി, ടി, എച്ച്, ടി, എച്ച്, ആർ, ടി, എച്ച്, ആർ, ടി, എച്ച്, ആർ, ഇ, ടി, എച്ച്, ആർ, ഇ, ഇ. ഇവിടെയോ 3 അംഗങ്ങൾക്ക് മുഴുവനും ഇരിക്കാം. അപ്പോ ടി, എച്ച്, ആർ, ഇ, ഇ. നിങ്ങൾക്ക് ഈ ട്രെയിനിന്റെ സീറ്റിന്റെ നീളം കൂട്ടാം. കൂട്ടത്തിനനുസരിച്ച് അവർ അത്രയും സ്പെല്ലിംഗ് എഴുതും. ഇങ്ങനെ ചെയ്യിക്കുമ്പോൾ അവർ പെട്ടെന്ന് സ്പെല്ലിംഗ് പഠിക്കും. ഈ ആക്ടിവിറ്റിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്